ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നുള്ള പുതിയ ചാപ്റ്ററാണ്. അത് മൊഡ്യൂൾ 4-ൻ്റെ ലാസ്റ്റ് ചാപ്റ്ററും നമ്മുടെ S2-ൻ്റെ ലാസ്റ്റ് സെക്ഷനുമാണ്. ഇവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസ് കൊള്ളുന്ന ഇക്വേഷനാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് പ്ലസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഓൾ റേസ്ഡ് ടു 4 ഈക്വൽ ടു 0, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഓൾ റേസ്ഡ് ടു 3/2. ഇതൊക്കെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഉദാഹരണമായിട്ട് ഇവിടെ y ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ, വൈയും എക്സും തമ്മിലുള്ള ഒരു ഫംഗ്ഷനാണ്. ഇത്തരത്തിൽ ഈ ഇക്വേഷനെ നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഇവിടെ കാണുമ്പോൾ ഡെറിവേറ്റീവ് 1 എന്ന് കിട്ടും. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1 എന്നുള്ളത് ഈസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അതിന് ഡി ഇ എന്ന് വേണമെങ്കിൽ ഡിനോട്ട് ചെയ്യാം. മറ്റൊന്ന് y ഈക്വൽ ടു എ പ്ലസ് എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് എന്നുള്ളതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സ്. വീണ്ടും ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു നെഗറ്റീവ് എ കോസ് എക്സ് ഇതിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് ബി ഇൻറ്റു ഡെറിവേറ്റീവ് കോസ് എക്സ്, അത് നെഗറ്റീവ് സൈൻ എക്സ് ആണ്. അപ്പം ബി സൈൻ എക്സ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് ആണ്. അത് എന്ന് പറയുന്നത് നെഗറ്റീവ് വൈ ആണ്. എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് എന്ന് പറയുന്നത് വൈ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു നെഗറ്റീവ് വൈ എന്ന് എഴുതാൻ സാധിക്കും. ഓർ ഡി വൈ ബൈ ഡി എക്സ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് y ഈക്വൽ ടു 0 എന്ന് എഴുതാൻ സാധിക്കും. ദിസ് ഈസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഉള്ള ഇക്വേഷൻസിൻ്റെ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, മറ്റൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇത്. അപ്പോൾ ഇവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് എന്ന് വന്നപ്പോൾ അതിൻ്റെ പിറകിലുള്ള കഥ അവിടെ ഒരു വൈയും എക്സും ഉണ്ട്. വൈയും എക്സും തമ്മിൽ ഇത്തരത്തിലൊരു റിലേഷൻ ഫംഗ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള കഥ. അപ്പോൾ അങ്ങനെ വൈയും എക്സും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നതാണ് സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ y ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ. കാരണം ഇവിടെ y ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യും. സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡി വൈ ബൈ ഡി എക്സ് കണ്ടാൽ നമുക്ക് ഇത് ശരിയാവും. ഡി വൈ ബൈ ഡി എക്സ് അതിൽ നിന്നാണല്ലോ കിട്ടിയത്, അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ശരിയാവും. മറ്റൊന്ന് ഇവിടെ y ഈക്വൽ ടു എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് എന്ന് പറയുന്നത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷനാണ്. കാരണം ഇവിടെ ഇതിൽ നിന്ന് കിട്ടുന്ന ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു സൊല്യൂഷനാണ്. മറ്റൊന്നുകൂടി ഇവിടെ y ഈക്വൽ ടു എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് ഈസ് എ സൊല്യൂഷൻ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്തതുപോലെ മറ്റൊരു എക്സാമ്പിൾ എടുത്താൽ y ഈക്വൽ ടു കോസ് എക്സ് ഇത് ഇവിടുത്തെ ഒരു സൊല്യൂഷൻ ആണോ? ആണെങ്കിൽ ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇതിൽ നിന്ന് എന്താണെന്ന് നോക്കണം. ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു നെഗറ്റീവ് സൈൻ എക്സ് ആണ്. അതിൽ നിന്ന് വീണ്ടും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്ന സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സിൻ്റെ ഡെറിവേറ്റീവ് നെഗറ്റീവ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നെഗറ്റീവ് കോസ് എക്സ് ആണ്. ഇവിടെയും നെഗറ്റീവ്. അപ്പോൾ ഇവിടെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ നെഗറ്റീവ് കോസ് എക്സ് ആണ്, വൈ കോസ് എക്സ് ആണ്. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നെഗറ്റീവ് കോസ് എക്സ് പ്ലസ് കോസ് എക്സ് 0 എന്ന് കിട്ടുന്നുണ്ട്. അതായത് വൈ ഈക്വൽ ടു കോസ് എക്സും അവിടെ ഒരു സൊല്യൂഷനാണ്. അപ്പോൾ അല്പം കൂടി ജനറലായിട്ട് പറഞ്ഞാൽ നമുക്കിവിടെ y ഈക്വൽ ടു എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് ഒരു സൊല്യൂഷനാണ്, y ഈക്വൽ ടു കോസ് എക്സ് ഒരു സൊല്യൂഷനാണ്. ഇനി വേണമെങ്കിൽ y ഈക്വൽ ടു 3 കോസ് എക്സ് ഒരു സൊല്യൂഷൻ ആണെന്ന് കാണാൻ സാധിക്കും. y ഈക്വൽ ടു 5 സൈൻ എക്സ് ഒരു സൊല്യൂഷൻ ആണെന്ന് കാണാൻ സാധിക്കും. y ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു സൈൻ എക്സ് ഒരു സൊല്യൂഷൻ ആണെന്ന് കാണാൻ സാധിക്കും. y ഈക്വൽ ടു 3 കോസ് എക്സ് പ്ലസ് അല്ലെങ്കിൽ -4 സൈൻ എക്സ് ഒരു സൊല്യൂഷൻ ആണെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഈ പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണ്. പക്ഷേ ഒന്നുണ്ട്, ഈ എ ഈക്വൽ ടു വൈ ഈക്വൽ ടു എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് എന്ന് പറയുന്നതിൻ്റെ സ്പെഷ്യൽ കേസുകളാണ് ബാക്കിയെല്ലാം. എ ഈക്വൽ ടു 3 ബി ഈക്വൽ ടു -4 ഇവിടെ കൊടുത്താൽ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണിത്. ഇവിടെ ബി ഈക്വൽ ടു കെ എ ഈക്വൽ ടു 0 കൊടുത്താൽ ഇത് കിട്ടും. ബി ഈക്വൽ ടു 5 എ ഈക്വൽ ടു 0 കൊടുത്താൽ ഇത് കിട്ടും. എ ഈക്വൽ ടു 3 ബി ഈക്വൽ ടു 0 കൊടുത്താൽ ഇത് കിട്ടും. എ ഈക്വൽ ടു 1 ബി ഈക്വൽ ടു 0 കൊടുത്താൽ വൈ ഈക്വൽ ടു കോസ് എക്സ് കിട്ടും. അപ്പം വൈ ഈക്വൽ ടു എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് എന്നാണ് ഇതിനെല്ലാവരെയും ഒരു രൂപമായിട്ട് എഴുതാൻ സാധിക്കുന്നത്. അതല്ലെങ്കിൽ ദിസ് ഈസ് എ ജനറൽ സൊല്യൂഷൻ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം.
ഇവിടെ ഒരു സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വരെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ രണ്ട് കോൺസ്റ്റൻറ്റ് ടേംസ് എ ബി എന്ന് പറയുന്ന രണ്ട് കോൺസ്റ്റൻറ്റ് ടേംസ് ഉണ്ടാവും. ഞാൻ അതിലേക്കും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ പ്രോബ്ലങ്ങളിലേക്ക് നേരിട്ട് കടന്നാൽ. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ രണ്ട് എക്സാമ്പിൾ പറഞ്ഞു, അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു. അത് കണ്ടുപിടിക്കുന്ന ചില സ്റ്റാൻഡേർഡ് രീതികളാണ് ഈ ചാപ്റ്ററിലുള്ളത്. അതിനു മുമ്പ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഫൈൻഡ് ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദി ഫോളോയിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് പാർട്ട് എയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓർഡർ എന്ന് പറയുന്നത് ഈസ് ദി ഓർഡർ ഓഫ് ദി ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഇൻ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഏറ്റവും ഉയർന്ന ഓർഡർ ഏതാണോ അതാണ് ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇതൊക്കെ വളരെ വ്യക്തമാണ്. ഇവിടെ d³ ഉണ്ട്, അതിൽ കൂടിയ ഓർഡറുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3 ആണ്. ഇവിടെ d² ആണ് ഹയസ്റ്റ് ഓർഡർ, അതുകൊണ്ട് ഇതിൻ്റെ ഓർഡർ 2 ആണ്. ഇവിടെയും d² ആണ് ഹയസ്റ്റ് ഓർഡർ, അതുകൊണ്ട് ഇതിൻ്റെയും ഓർഡർ 2 ആണ്. ഇവിടെ d³x/dt³, എക്സ് ആണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ടി ആണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നൊരു മാറ്റമേ ഉള്ളൂ. ഹയസ്റ്റ് ഓർഡർ 3 ആയതുകൊണ്ട് അതിൻ്റെ ഓർഡർ 3 ആണ്. ഇവിടെയും ഓർഡർ 2 ആണ്. ഇനി ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് എ ഡിഗ്രി ഓഫ് ദി ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഇൻ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആഫ്റ്റർ ക്ലിയറിംഗ് ഓൾ റാഡിക്കൽസ് എന്നാണ് പറയുന്നത്. അതായത് അടുത്തത് ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് എന്ന് പറഞ്ഞാൽ ആ ഹയസ്റ്റ് ഓർഡർ വന്നിരിക്കുന്നതിൻ്റെ പവറായിട്ട് വന്നിരിക്കുന്നത് എന്താണ്, അതാണ് അതിൻ്റെ ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, അവിടെ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട്, അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ക്ലിയർ ചെയ്ത ശേഷം, അവയെ ഇല്ലാതാക്കിയ ശേഷം നമ്മൾ നോക്കുമ്പോൾ അതിലെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ പവർ എത്രയാണോ അതാണ് ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അത് ഇവിടെ ചെയ്ത് നോക്കിയാൽ ഇവിടെ അത്തരത്തിൽ റാഡിക്കൽസ് ഒന്നുമില്ലാത്തത് കൊണ്ട് ഇവിടെ ഇതാണ് ഹയസ്റ്റ് ഓർഡർ, അതിൻ്റെ പവർ എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്, 4 അല്ല ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അത്ര മാത്രമേ അറിയേണ്ടതുള്ളൂ. ഇവിടെ ഒരു റാഡിക്കൽ അല്ലെങ്കിൽ റേസ് ടു 3/2 വന്നിരിക്കുന്നത് കൊണ്ട് ഇതിനെ ഒന്ന് ഈ റേസ് ടു 3/2 മാറ്റാൻ വേണ്ടി നമുക്കിവിടെ ഇത് 1/2 മാറ്റാൻ സ്ക്വയർ ചെയ്താൽ മതി. റൂട്ട് ആണ് ഈ 1 റേസ് ടു 1/2 എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ റേസ് ടു 1/2 എന്നുള്ളത് മാറി ലെഫ്റ്റ് സൈഡിൽ d²/dx² ഓൾ സ്ക്വയർ എന്നും റൈറ്റ് സൈഡിൽ 1+dy/dx² ഓൾ റേസ് ടു 3 എന്നും വരും. അപ്പോൾ ഇവിടെ ആ റേസ് ടു 1/2 എന്നുള്ള പാർട്ടും ഒഴിവാക്കിയപ്പോൾ ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഹയസ്റ്റ് ഓർഡർ 2 ആയിരുന്നു, അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. ദെയർഫോർ ഡിഗ്രി ഈക്വൽ ടു 2. അപ്പോൾ ഇവിടുത്തെ റേസ് ടു 1 എന്നുള്ളത് നേരിട്ട് എഴുതി വെക്കരുത്. ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുക. അങ്ങനെയുള്ള ക്വസ്റ്റ്യനാണ് അവിടെ ചെറിയ ബുദ്ധിമുട്ട് വരാവുന്നത്. വളരെ സിമ്പിളാണ്. ഇവിടെ റേസ് ടു 1/3 ഉണ്ട്. ഇത് ക്യൂബ് റൂട്ട് ഓഫ് 3 എന്ന് പറഞ്ഞാൽ ഇത് റേസ് ടു 1/3 എന്നാണ് അതിൻ്റെ അർത്ഥം. റേസ് ടു 1/3. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് റൂട്ട് ഓഫ് dy/dx ആണ്. റൂട്ട് dy/dx എന്ന് പറയുന്നത് റേസ് ടു 1/2 ആണ്. ഈ റേസ് ടു 1/2ഉം 1/3ഉം ഒഴിവാക്കിയ ശേഷം അവിടെ ഹയസ്റ്റ് ഓർഡറിൻ്റെ ഡിഗ്രി എത്രയാണെന്ന് നോക്കിയാൽ മതി. ഇവിടെ റേസ് ടു 1/3 ഒഴിവാക്കണമെങ്കിൽ രണ്ട് സൈഡും ക്യൂബ് ചെയ്യണം, റേസ് ടു 3 ചെയ്യണം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് d³y/d²y/dx². ഇവിടെ ക്യൂബ് ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽ ആയിപ്പോൾ 3/3 എന്നാവും. റൈറ്റ് സൈഡ് dy/dx റേസ് ടു 1/2 ഓൾ റേസ് ടു 3 എന്ന് വരും, അല്ലെങ്കിൽ റേസ് ടു 3/2 എന്ന് എഴുതാൻ സാധിക്കും. വീണ്ടും ഈ റേസ് ടു 1/2 ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ ദിസ് ബിക്കംസ് d²y/dx² റേസ് ടു 2 ഈക്വൽ ടു dy/dx റേസ് ടു 3 എന്നാവും രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് ഇവിടെ ആ പവേഴ്സ് ഫ്രാക്ഷൻസ് വന്ന അല്ലെ റാഡിക്കൽസ് വന്നത് ഒഴിവായിട്ടുണ്ട്. നൗ ദ ഡിഗ്രി ഓഫ് ദി ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ ഡിഗ്രിയാണ്, അത് 2 ആണ്. സോ ഡിഗ്രി ഈക്വൽ ടു 2, ഓർഡർ ഈക്വൽ ടു 2. ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒത്തിരി സമയം കളയേണ്ട പണികളൊന്നുമല്ല, ബാക്കിയൊക്കെ വളരെ സിമ്പിളാണ്. ഇവിടെ 3 ആണ് ഓർഡർ പറഞ്ഞതാണ്. ഡിഗ്രി എന്ന് പറയുന്നതും ഇതിൻ്റെ റേസ് ടു 1 ആയതുകൊണ്ട് ഡിഗ്രി 1 ആണ്. ഇവിടെ ഓർഡർ 2 ആണ്, ഡിഗ്രിയും 1 ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നേരിട്ട് പ്രത്യേകിച്ചൊന്നും എഴുതുക പോലും വേണ്ട, നേരെ ഓർഡറും ഡിഗ്രിയും അതിൽ നിന്ന് അങ്ങ് എഴുതിയാൽ മതി. അതാണ് ആദ്യത്തെ സെറ്റ് ക്വസ്റ്റ്യൻസ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അതിൽ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ബേസിക്കായിട്ട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. വളരെ നിസ്സാരമായ കാര്യമാണ് ഓർഡറും ഡിഗ്രിയും ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്.
അപ്പോൾ ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിയാൽ നമ്മുടെ ക്വസ്റ്റ്യൻ അതിൽ നിന്നും അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന 2-3 രീതിയിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാനാണ് പഠിക്കുന്നത്. 2-3 രീതിയിലുള്ളത്. അതിൽ ആദ്യത്തെ രീതി എന്ന് പറയുന്നത് വേരിയബിൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നതാണ്. വേരിയബിൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഞാൻ ഉദാഹരണമായിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എടുത്താൽ dy/dx അതിൻ്റെ ഒരു ജനറൽ ഫോം ഇതാണ്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ സം mdx + ndy = 0. അതല്ലെങ്കിൽ ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ dxൻ്റെ ഒപ്പം f(x) dx + some g(y) dy = 0 എന്ന രീതിയിൽ, അതായത് ഡിവൈയുടെ ഒപ്പം വൈയിലുള്ള ഫംഗ്ഷനും dxൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്ട് എക്സിലുള്ള ഫംഗ്ഷനുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അതിനാണ് നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ആ പേരിൽ തന്നെയുണ്ട്. പക്ഷേ പരീക്ഷയ്ക്ക് ഇത് വേരിയബിൾ സെപ്പറബിൾ ആണെന്നൊന്നും പറഞ്ഞു തരില്ല. നമ്മൾ തന്നെ അത് ഏത് കാറ്റഗറിയിൽ പെടുന്നതാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് 1, 2, ഒരു 3 കാറ്റഗറിയിലുള്ള ഇക്വേഷൻസ് നമ്മൾ നോക്കേണ്ടതുള്ളൂ. 1 വേരിയബിൾ സെപ്പറബിൾ, 2 ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, 3 d²y/dx² = some function of x എന്ന രീതിയിൽ. ഇത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്നത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. ഇനി വേരിയബിൾ സെപ്പറബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രീതിയിലേക്ക് അതിനെ മാറ്റാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമമാണ്. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് dy/dx + py = q എന്ന രീതിയിൽ വരുന്ന 3 ടേംസ് വരുന്ന ഒരു സാധനമാണ്. ഇതിലും 3 ടേംസ് വരാം. പക്ഷേ ഈ പറയുന്ന ഫോമിലേക്ക് എത്തിക്കപ്പെടാൻ പറ്റുമോ എന്നുള്ളത് തിരിച്ചറിയുകയാണ്. ഇങ്ങനെ കിട്ടിയാൽ ഇതിൻ്റെ സൊല്യൂഷൻ ഈസ് ഗിവൺ ബൈ ഇൻ്റഗ്രൽ f(x) dx + ഇൻ്റഗ്രൽ g(y) dy = 0 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് എന്ന് വരും. ഇതാണ് അതിൻ്റെ സൊല്യൂഷനായിട്ട് വരുന്നത്. അപ്പോൾ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? നേരിട്ട് ആ രീതിയിലാവില്ല തരുന്നത്. നമ്മൾ എന്തെങ്കിലും പണികൾ ചെയ്ത് വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൊല്യൂഷൻ കിട്ടും. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ആ ക്വസ്റ്റ്യൻസ് ഈ ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ പ്രധാന പ്രശ്നം വരുന്നത് ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് ഒരിക്കലും പറയാറില്ല. ക്വസ്റ്റ്യനിലേക്ക് പോയാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് dy/dx + ky = 0. k എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. അതിന് നമുക്ക് എക്സിൻ്റെ ഫംഗ്ഷനായിട്ടും വൈയുടെ ഫംഗ്ഷനായിട്ടും നമുക്ക് സൗകര്യം പോലെ മാറ്റി എഴുതാം. കാരണം അത് കോൺസ്റ്റൻ്റ് ആണ്. അതിൽ എക്സും ഇല്ല വൈയും ഇല്ല. ആരുടെ കൂട്ടത്തിൽ വേണമെങ്കിലും കൂട്ടാം. അപ്പോൾ ഇതിനെ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് ഇത് രണ്ട് സൈഡിലാക്കുക. dy/dx = ഇത് റൈറ്റ് സൈഡിൽ ചെല്ലുമ്പോൾ പോസിറ്റീവ് kx എന്നുള്ളത് പോസിറ്റീവ് ky ആവും. അപ്പോൾ ഈ ഡിവൈയെ ഒരു നമ്മൾ 2 ഫ്രാക്ഷൻ മാതിരി പരിഗണിച്ചാൽ ഡിവൈയുടെ കൂട്ടത്തിൽ വൈ വരണമെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യണം. ഡി എക്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ദിസ് ബിക്കംസ് dy/y = -k. ഇവിടെ കിടപ്പുണ്ട്. ഡി എക്സ് റൈറ്റ് സൈഡിൽ ചെല്ലുമ്പോൾ ന്യൂമറേറ്ററിലെത്തും. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 1/y × dy = -k × dx എന്നാണ്. അപ്പോൾ ഡി എക്സിൻ്റെ ഒപ്പം വന്നിരിക്കുന്ന ഈ ആളിനകത്ത് വൈ ഇല്ല എന്ന് കിട്ടിയാൽ മതി. ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ട് പരിഗണിക്കുക. ഡി വൈയുടെ ഒപ്പം വന്നിരിക്കുന്നതിനകത്ത് വൈ മാത്രമേ ഉള്ളൂ, എക്സ് വന്നിട്ടില്ല. അതുകൊണ്ട് ദിസ് ഈസ് എ വേരിയബിൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. വേരിയബിൾ സെപ്പറബിൾ ആണ്. Therefore solution is given by integral. നേരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 1/dy = ഇൻ്റഗ്രൽ -k dx എന്ന് എഴുതാം. ദാറ്റ് ഇംപ്ലൈസ് ഇൻ്റഗ്രൽ 1/y dy എന്നുള്ളത് നമുക്ക് പരിചിതമായിട്ടുള്ള ഇൻ്റഗ്രൽ 1/x dx ഫോമിലാണ്. ഇത് log x + c ആണ്. ഇവിടെ എക്സിന് പകരം y വന്നാൽ നമുക്ക് log y എന്ന് എഴുതുക എന്നുള്ള ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. log y ഇതാണ് ഇതിൻ്റെ ഇൻ്റഗ്രൽ. -k കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ 1 dx എന്നുള്ളത് എക്സ് ആണ്. ഇവിടെ എക്സ് ആണ് ഇവിടുത്തെ വേരിയബിൾ ഓഫ് ഇൻ്റഗ്രേഷൻ. അതുകൊണ്ട് എക്സ് എഴുതുക. ഇവിടെ വൈ ആണെങ്കിൽ വൈ എഴുതുക. പ്ലസ് ഒരു കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഈ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ നമുക്ക് ഏത് രീതിയിലും എഴുതാം. c/2 എന്നോ 2c എന്നോ log c എന്നോ ഏത് രീതിയിലും അതിനെ മാറ്റം വരുത്തി എഴുതാം. ഒരു കോൺസ്റ്റൻ്റ് എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ സൗകര്യം അനുസരിച്ച് എഴുതാം. ഇത് തന്നെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഈ ലോഗരിതം എന്ന് പറയുന്ന ആ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ലോഗരിതം ചില നെഗറ്റീവ് നമ്പേഴ്സിന് ഡിഫൈൻഡ് അല്ല എന്നുള്ളത് ലോഗരിതത്തിന് ഒഴിവാക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇത് സൊല്യൂഷൻ എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഈ ലോഗരിതം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് 2 സൈഡിലും ലോഗരിതം എടുത്താൽ എക്സ്പൊണൻഷ്യൽ എടുത്താൽ e⁻log y = e⁻kx + c എന്ന് എഴുതാം. ടേക്കിംഗ് എക്സ്പൊണൻസ് ഓൺ ബോത്ത് സൈഡ്സ് എന്ന് പറഞ്ഞാൽ മതി.
ഇ റേസ് ടു ലോഗ് വൈയുടെ പ്രത്യേകത അത് വൈ ആണെന്നുള്ളതാണ്. ഇത് ഇ റേസ് ടു നെഗറ്റീവ് കെ എക്സ് പ്ലസ് സി എന്നോ അല്ലെങ്കിൽ ഇൻറ്റു ഇ റേസ് ടു സി എന്നുള്ള ഈ പാർട്ടിനെ നമുക്ക് വേണമെങ്കിൽ എ ഇൻറ്റു ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഇ റേസ് നെഗറ്റീവ് കെ എക്സ് എന്ന് എഴുതാം. വേറെ ഇ റേസ് ടു സി എ ആണ്. അപ്പോൾ വൈ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഇ റേസ് ടു കെ എക്സ് എന്നുള്ളതാണ് സൊല്യൂഷൻ. ഇനി പ്ലസ് സി വരുന്നില്ല, ഈ പ്ലസ് സി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഭാഗം നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആവുന്നില്ലെങ്കിൽ ഇവിടം വെച്ച് നിർത്തുക. നിങ്ങൾക്ക് 99% ഇത് കറക്റ്റാണ്. അതുകൊണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ. വേരിയബിൾ സെപ്പറേറ്റ് ചെയ്താൽ ഡയറക്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് മൊഡ്യൂൾ 3 പഠിച്ചതാണ്. അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള വേർഷൻസേ ഇവിടെ ഇൻറ്റഗ്രേഷനിൽ വരും. അതുകൊണ്ട് വേരിയബിൾ സെപ്പറേറ്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഒന്ന് മാറ്റം വന്നാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ തേർഡ് ക്വസ്റ്റ്യൻ dy by dx അല്ല സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. dy by dx ഈക്വൽ ടു 1 + y². ഇതിനെ എങ്ങനെയാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യുക? dy by dx ഈക്വൽ ടു 1 + y². ഇപ്പോൾ 1 + y² ഒരു ടേമായിട്ട് പരിഗണിക്കുക. ഇത് ലെഫ്റ്റ് സൈഡിൽ വന്നാൽ dy by 1 + y² ഈക്വൽ ടു dx എന്ന് എഴുതാം. വേരിയബിൾ സെപ്പറബിൾ. സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈസ് ഗിവൺ ബൈ ഇൻ്റഗ്രൽ dy by 1 + y² ഈക്വൽ ടു ഇൻ്റഗ്രൽ dx ആണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഇത് നമുക്കറിയാവുന്ന പരിചയമുള്ള ഇൻ്റഗ്രൽ dx by 1 + x² ഫോമാണ്. അത് tan ഇൻവേഴ്സ് x ആണ്. ഇത് മറന്നു പോകരുത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് tan ഇൻവേഴ്സ് y എന്ന് എഴുതാം. ഈക്വൽ ടു ഇൻ്റഗ്രൽ dx എന്നുള്ളത് x ആണ് പ്ലസ് c. ഇതാണ് അതിൻ്റെ ആൻസർ. വേണമെങ്കിൽ ഇതിനെ y ഈക്വൽ ടു tan ഓഫ് x പ്ലസ് c എന്ന് വേണമെങ്കിൽ മാറ്റി എഴുതാം, ഒരു y ഈക്വൽ ടു ഫംഗ്ഷൻ ഫോം വരാൻ വേണ്ടി. ഇതാണ് സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ c എന്നുള്ളത് അവിടുത്തെ ഒരു കോൺസ്റ്റൻറ്റ് ഉണ്ടാവും. അതവിടെ കിടന്നു കൊള്ളട്ടെ. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലും നമുക്ക് dy by dx ഈക്വൽ ടു അവിടെ e റേസ് ടു 3x ഇൻറ്റു ഇ റേസ് ടു വൈ എന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം ഇ റേസ് ടു വൈ ലെഫ്റ്റ് സൈഡിൽ വന്നാൽ dy by ഇ റേസ് ടു വൈ ഈക്വൽ ടു ഇത് ഇ റേസ് ടു 3x ഇൻറ്റു dx എന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇതും വേരിയബിൾ സെപ്പറബിൾ ആണ്. സോ ഇൻറ്റഗ്രേറ്റിംഗ് വേണമെങ്കിൽ ഇതിനെ അല്പം കൂടി മാറ്റി എഴുതിയാൽ ഇൻറ്റഗ്രേറ്റിംഗ് ഇ റേസ് നെഗറ്റീവ് വൈ dy എന്ന് എഴുതാം. ഇത് ന്യൂമറേറ്റർ ചെല്ലുമ്പോൾ ഇ റേസ് നെഗറ്റീവ് വൈ ആണ്. ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ റേസ് ടു 3x dx ആണ്. ഇത് നമ്മൾ ഇൻ്റഗ്രേഷനിൽ പഠിച്ചിട്ടുള്ള റിസൾട്ടാണ്. ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇ റേസ് നെഗറ്റീവ് വൈ ബൈ നെഗറ്റീവ് 1 ആണ്. ഈക്വൽ ടു ഇ റേസ് ടു 3x ബൈ 3 ആണ് പ്ലസ് കോൺസ്റ്റൻറ്റ്. ഇതിനെ എന്തെങ്കിലും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ കുറച്ചുകൂടി ലഘുവായിട്ടുള്ള ഫോമാകും. ഇനി അതും ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ നിർത്തിയാൽ മതി. ദിസ് ഈസ് എ സൊല്യൂഷൻ. ഇവിടെ നമുക്ക് 3 ഇൻറ്റു ഇ റേസ് നെഗറ്റീവ് വൈ ഈക്വൽ ടു ഇ റേസ് ടു 3x പ്ലസ് 3c എന്നൊക്കെ എഴുതാം. അതൊക്കെ പോട്ടെ, ഇത്ര എഴുതിയാൽ മതി. ഒന്ന് സമയക്കുറവ്. ഞാൻ കൂടുതൽ ഇവിടെ വിശദീകരിച്ചാൽ നിങ്ങൾക്ക് പിടികിട്ടാത്തവർക്ക് ഇനി അത് പിടികിട്ടില്ല. ഈ സിംപ്ലിഫിക്കേഷൻ ഓഫ് നമ്പേഴ്സാണ്, അതുകൊണ്ടാണ് കൂടുതൽ അതിൽ പറയാത്തത്. മറ്റൊന്ന് dy by dx ഈക്വൽ ടു സീക്ക് വൈ എന്നുള്ളതാണ്. സീക്ക് വൈ എന്നുള്ളത് ഫംഗ്ഷൻ ഓഫ് വൈ ആണ്. അപ്പോൾ dy യുടെ ഒപ്പം കൊണ്ടുവരണം. dy by സീക്ക് വൈ ഈക്വൽ ടു dx എന്ന് എഴുതാം. 1 by sec y എന്നുള്ളത് കോസ് വൈ ആണ്. കോസ് വൈ dy ഈക്വൽ ടു dx ആണ്. ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോമാണ്. ഇൻറ്റഗ്രേറ്റിംഗ് വി ഗെറ്റ് കോസ് വൈ dy. ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന എന്തിനാ? സൊല്യൂഷൻ is given by integral cos y dx equal to integral dx plus c ഇപ്പോൾ ചേർക്കാം, അവസാനം ചേർക്കാം. ഇൻ്റഗ്രൽ കോസ് വൈ എന്നുള്ളത് സൈൻ വൈ തന്നെയാണ്. പഴയ ബേസിക് റിസൾട്ടിലുള്ളതാണ്. ഇൻ്റഗ്രൽ കോസ് വൈ ഡി എക്സ് അല്ല, ഡി വൈ ആണ്. ഈ ഡി വൈ ആണ്, അത് സൈൻ വൈ ആണ്. ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 dx എക്സ് ആണ് പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ സൈൻ വൈ ഈക്വൽ ടു എക്സ് പ്ലസ് സി എന്നെഴുതി. അതാണ് അതിൻ്റെ ആൻസർ. അല്ലെങ്കിൽ വൈ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ സി എന്ന് വേണമെങ്കിൽ എഴുതാം. ഇത്ര എഴുതിയാൽ മതി. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അത് dy by dx ഈക്വൽ ടു √1 - y² ബൈ √1 - x² എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത് ലെഫ്റ്റ് സൈഡിൽ വരാം, dy by dx പ്ലസ് എന്ന രീതിയിൽ വരാം. അപ്പോൾ അത് റൈറ്റ് സൈഡിലേക്ക് ആക്കി dy by dx ഈക്വൽ ടു ഈ ഒരു ഫോമിൽ കൊണ്ടുവരിക. അതിനുശേഷം നമുക്ക് എഴുതാവുന്നത് dy by √1 - y² ഈക്വൽ ടു dx ബൈ √1 - x² എന്നായിട്ടുണ്ട്. ഇത് വേരിയബിൾ സെപ്പറബിൾ ആണ്. ഈ ഒരു കൺവേർഷൻ മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ. ഇത് വേരിയബിൾ
വേരിയബിൾ സെപ്പറബിൾ ആയിട്ടുണ്ട്. ഡി എക്സിൻ്റെ ഒപ്പം എക്സിനാണ്, ഡി വൈയുടെ ഒപ്പം വൈ ഉള്ള ഫംഗ്ഷനാണ്. സോ സൊല്യൂഷൻ ഈസ് ഗിവൺ ബൈ ഇൻ്റഗ്രൽ ഡി വൈ ബൈ √1 മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ √1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാൻ സാധിക്കും. ഇതിൻ്റെ ഇൻ്റഗ്രൽ പരിചിതമായിരിക്കണം. ഇത് സൈൻ ഇൻവേഴ്സ് ആണ്, ഇത് വൈയിലുള്ളതായതുകൊണ്ട് സൈൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു റൈറ്റ് സൈഡ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ എഴുതിയാൽ അതിൻ്റെ ആൻസറായി. ആകെ 3 ലൈൻ എഴുതിയാൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. ഈ റിസൾട്ടുകൾ വളരെ പരിചിതമായിരിക്കണം. ഇൻറ്റഗ്രേഷൻ ആദ്യത്തെ റിസൾട്ട് മുതൽ പഠിക്കണമെന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ മുതൽ ഞാൻ ആവശ്യപ്പെടുന്നതാണ്. അതല്ലാത്തവർ ഇൻറ്റഗ്രേഷൻ്റെ കാര്യത്തിൽ ഒന്നും നേടാനില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, അധികം ക്വസ്റ്റ്യൻ ഇതിലേക്ക് പോകാൻ പറ്റില്ല, 2 ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. 7ാമത്തെ ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ഡി വൈ ഈക്വൽ ടു ഡി എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാൻ സാധിക്കും. അതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വൈ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഡി എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്നുള്ളത് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്, അത് പ്ലസ് സി എന്ന് കിട്ടും. അതാണ് അതിൻ്റെ ആൻസർ. ഇവിടെയും നമുക്ക് സീക്ക് സ്ക്വയർ എക്സ് എക്സിൻ്റെ കൂട്ടത്തിൽ നിൽക്കണം, ടാൻ വൈ വൈയുടെ കൂട്ടത്തിൽ പോകണം, ടാൻ എക്സ് എക്സിൻ്റെ ഒപ്പം വരണം. അതിനുള്ള മാർഗം നമുക്ക് ഇവിടെ ഉള്ളത് സീക്ക് സ്ക്വയർ എക്സ് ടാൻ വൈ ഡി എക്സ് പ്ലസ് സീക്ക് സ്ക്വയർ വൈ ടാൻ എക്സ് ഡി വൈ ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ഇവിടെ എക്സ് ആണ്, സീക്ക് സ്ക്വയർ എക്സ് കുഴപ്പമില്ല, ടാൻ എക്സിന് ഇവിടെ വരണം. അപ്പം മാത്രമല്ല ടാൻ വൈയും റൈറ്റ് സൈഡിൽ വരണം. അപ്പം ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ ടാൻ വൈ ഇൻറ്റു ടാൻ എക്സ്. മൊത്തത്തിൽ ടാൻ വൈ ടാൻ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതിൻ്റെ ബൈ ടാൻ വൈ ടാൻ എക്സ് വരും, പ്ലസ് ഇവിടെയും വരും ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ ഈക്വൽ ടു 0 ബൈ ടാൻ എക്സ് ടാൻ വൈ എന്നുള്ളത് 0 തന്നെ. അപ്പോൾ ഇവിടെ ടാൻ വൈ ക്യാൻസലായ ശേഷം സീക്ക് സ്ക്വയർ എക്സ് ബൈ ടാൻ എക്സ് ഡി എക്സ് പ്ലസ് ഇവിടെ ടാൻ എക്സ് ക്യാൻസലായ സീക്ക് സ്ക്വയർ വൈ ബൈ ടാൻ വൈ പ്ലസ് ഇൻറ്റു ഡി വൈ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇത് നിങ്ങൾക്ക് സൈഡ് മാറ്റിയാലാണ് സൗകര്യമെങ്കിൽ സൈഡ് മാറ്റാം. ഇത് ഈക്വൽ ടു നെഗറ്റീവ് ഈ എക്സ്പ്രഷൻ എഴുതി നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ ചെയ്താലും ഇതിലേക്ക് എത്തും. അപ്പോൾ ഇത് വേരിയബിൾ സെപ്പറബിൾ ചെയ്തിട്ടുണ്ട്. സോ സൊല്യൂഷൻ ഈസ് ഗിവൺ ബൈ ഇൻ്റഗ്രൽ ഇത് രീതിയിൽ വരും. ഇത് ടാൻ എക്സ് എന്നുള്ളത് യു കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഈ പാർട്ട്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ ഈ പാർട്ട് ലോഗ് ടാൻ എക്സ് പ്ലസ് ലോഗ് ടാൻ വൈ ഈക്വൽ ടു സി എന്നുള്ളതാണ്. സിയെ എൻ്റെ സൗകര്യമനുസരിച്ച് അല്ല നമ്മുടെ സൗകര്യമനുസരിച്ച് ലോഗെന്നോ സി എന്നോ എഴുതാം. ഇവിടെയുള്ളത് ലോഗ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ എന്ന് നമുക്ക് മാറ്റാം, ഈക്വൽ ടു ലോഗ് സി. ടേക്കിംഗ് എക്സ്പോണൻസ് യു ഗെറ്റ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ ഈക്വൽ ടു സി എന്ന് സിമ്പിളായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾ ഇവിടെ വരെ എഴുതി വെച്ചാൽ നിങ്ങളുടെ മാർക്ക് കിട്ടും എന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കൂടുതൽ ഇതിനകത്ത് കയറില്ലാന്ന് തോന്നുന്നു, എങ്കിലും കട്ടാവുന്നവരെ നിൽക്കട്ടെ. ഇതും ആ രീതിയിൽ കോസ് എക്സ് ഡി എക്സിൻ്റെ ഒപ്പം നിർത്തുക, ഇ റേസ് ടു വൈ പ്ലസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിവിടെ വരും. സൈൻ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ ഇവിടെ സൈൻ എക്സ് ഇവിടെ താഴെ വരും, സൈൻ എക്സ് ഇ റേസ് ടു വൈ ഇവിടെ വരും, ഇ റേസ് ടു വൈ പ്ലസ് 1 വരും, ഇവിടെ ഉണ്ടാവും. ഇത് വേരിയബിൾ സെപ്പറബിൾ ആയിട്ടുണ്ട്. ഇത് ലോഗ് സൈൻ എക്സ് ആണ് ഇൻ്റഗ്രൽ, ഇത് ലോഗ് ഇ റേസ് ടു വൈ പ്ലസ് 1 വരും ഇതിൻ്റെ ഇൻ്റഗ്രൽ. അപ്പോൾ അവിടെ സൊല്യൂഷൻ കിട്ടും. ആ രീതിയിൽ ബാക്കി ഈ 2 ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യുക. ഇവിടെ ടാൻ വൈ ഇവിടെ നിൽക്കട്ടെ, ഇത് സീക്ക് സ്ക്വയർ വൈയെ ഇവിടെ കൊണ്ടുവരിക, ഇ റേസ് ടു എക്സിന് ഇവിടെ കൊണ്ടുവരിക. അല്ല, ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇതിൽ ഈ ഡി വൈ എന്നുള്ളതല്ല, ഒരു സ്ഥലത്ത് അത് ഇ റേസ് ടു